മച്ചാമാരെ, ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ദൈവത്തിൻ്റെ പ്രധാന മുഖ്യ ദൂതന്മാരെ കുറിച്ചാണ് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതിൽ ഞാൻ ഒന്നാമതായി പറയാൻ പോകുന്നത് ദൈവത്തിൻ്റെ പവർഫുൾ ദൂതനായ മിഖായേൽ ദൂതനെ കുറിച്ചാണ്. മിഖായേൽ ദൂതനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആർക്കലേഞ്ചലസിൻ്റെ ദൈവത്തിൻ്റെ പ്രധാന മുഖ്യ ദൂതന്മാരുടെ തലവനാണ് മിഖായേൽ ദൂതൻ. യുദ്ധത്തിൻ്റെ രാജാവാണ് മിഖായേൽ ദൂതൻ. സാത്താനോട് എതിർത്ത് പോരാടുന്ന ദൂതൻ കൂടെയാണ് മിഖായേൽ ദൂതൻ. നമുക്ക് ബൈബിളിൽ നോക്കുമ്പോൾ കാണാം. രണ്ടാമതായി ഞാൻ പറയാം, രണ്ടാമത്തെ മാലാഖ റാഫേൽ മാലാഖയാണ്. ഈ മാലാഖ ചെയ്യുന്നത് എന്തെന്നാൽ രോഗശാന്തി ഈ മാലാഖ ചെയ്യുന്നു. ഐക്യവും ഒത്തൊരുമയും നിലനിർത്താൻ ഈ മാലാഖ സഹായിക്കും. ഈ റാഫേൽ ദൂതൻ യാത്രക്കാരുടെ രക്ഷാധികാരി. സുഖയാത്രയ്ക്ക് വേണ്ടി ഈ മാലാഖയോട് കുറേ പേർ പ്രാർത്ഥിക്കാറുണ്ട്. മൂന്നാമത്തെ ദൂതൻ ഗബ്രിയേൽ ദൂതനാണ്. ഗബ്രിയേൽ ദൂതൻ സന്ദേശദൂതനാണ്. സന്ദേശത്തിനായി മറിയത്തോട് സന്ദേശമറിയിച്ചത് ഈ ദൂതനാണ്. 4 റോഫിയേൽ മാലാഖയാണ്. ഈ മാലാഖയുടെ അർത്ഥം ദൈവത്തിൻ്റെ സൗന്ദര്യമാണ്. നല്ല നല്ല ചിന്തകൾ കൊണ്ടുവരാനും ഈ മാലാഖ സഹായിക്കുന്നു. ഈ മാലാഖ കലാകാരന്മാരുടെ രക്ഷാധികാരിയും കൂടെയാണ്. അഹങ്കാരം മാറ്റുവാനും താഴ്മയുള്ളവരായിരിക്കാനും ഈ മാലാഖ നമ്മെ സഹായിക്കുന്നു. 5 ഏരിയൽ മാലാഖ. മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും രക്ഷാധികാരിയാണ് ഈ മാലാഖ. ത്തിൻ്റെ സിംഹം എന്നൊക്കെയാണ് ഈ ഏരിയൽ മാലാഖയുടെ അർത്ഥം. ഭൂമിയിലുള്ള സകല ചരാചരങ്ങളെയും സംരക്ഷിക്കുന്ന ദൂതനാണ് ഏരിയൽ മാലാഖ. 6 അസ്രായേൽ മാലാഖ. അസ്രായേൽ മാലാഖ മരണത്തിൻ്റെ ദൂതൻ എന്നാണ് ഈ മാലാഖ അറിയപ്പെടുന്നത്. ആത്മാക്കളെ പരിവർത്തനം ചെയ്യാനാണ് ഈ മാലാഖ സഹായിക്കുന്നത്. മരണക്കിടക്കയിൽ നിന്ന് രക്ഷിക്കാനും ഈ ദൂതൻ നമ്മെ സഹായിക്കും. അവസാനത്തെ ദൂതനായ 7ാമത്തെ ദൂതനാണ് ശെമിയേൽ മാലാഖ. ദൈവത്തെ കാണുന്നവൻ എന്നാണ് ഈ മാലാഖയുടെ പേരിൻ്റെ അർത്ഥം. ത്തിൽ കഴിയുന്നവരെ രക്ഷിക്കാനാണ് ഈ മാലാഖയുടെ പ്രധാന ദൗത്യം. പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാനും ഈ മാലാഖ സഹായിക്കുന്നു. ലോകത്തിൻ്റെ എല്ലാ ഭയത്തെയും മാറ്റി നിർത്താൻ ഈ മാലാഖ സഹായിക്കുന്നു. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ കൂടുതൽ വീഡിയോ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കണും കൂടെ അമർത്തണേ. താങ്ക് യു.